ദിനത്തിലെ സംസ്ഥാനം കൈവരിച്ച അതിദാരിദ്ര്യരഹിത സംസ്ഥാനം എന്ന ചരിത്ര നേട്ടം ലോകത്തിന് മുന്നിൽ വലിയൊരു വികസന മാതൃകയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ പ്രഖ്യാപനത്തെ സംശയത്തോടും വിമർശനത്തോടെയും നോക്കിക്കാണുന്ന ചില വിഭാഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് സാമൂഹ്യ നിരീക്ഷകനും ചിന്തകനുമായ ജീവൻ കുമാർ രംഗത്തെത്തിയതോടെ വിഷയം ഒരു സാമൂഹിക വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിലധികം കേരളത്തിൽ നടന്നുവന്ന ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന വിപ്ലവത്തെക്കുറിച്ച് ചില സാമ്പത്തിക ശാസ്ത്ര വിശാരദന്മാർക്ക് അജ്ഞതയുണ്ടായിരുന്നു എന്നത് ഞെട്ടലുണ്ടാക്കുന്നതായി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി MP രാജേഷും തിരുവനന്തപുരത്തിരുന്ന് ഒരു മാന്ത്രിക വടി ചുറ്റിയപ്പോൾ കേരളത്തിലെ അതിദാരിദ്ര്യർ ഇല്ലാതായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത് ഈ ബൃഹത്തായ പ്രക്രിയയെക്കുറിച്ചുള്ള അജ്ഞാതയാണെന്ന് ജീവൻ കുമാർ ചൂണ്ടിക്കാട്ടി. കേരളം യാഥാർത്ഥ്യമാക്കിയത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവ് മാത്രമായിരുന്നില്ല, മറിച്ച് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഒരു വിപ്ലവം തന്നെയായിരുന്നു. ചില സാമ്പത്തിക ശാസ്ത്ര വിശാരദന്മാർ ഈ നേട്ടം എങ്ങനെ സംഭവിച്ചു എന്ന് അല്പം അസൂയയോടെ ചോദിച്ചതായി പത്രങ്ങളിൽ വായിച്ചുവെന്ന് ജീവൻ കുമാർ പറയുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ സെൻസസ് പ്രക്രിയയേക്കാൾ വലിയ ഒരുക്കങ്ങൾ ആവശ്യമുള്ള ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ അജ്ഞാതരായിരുന്നു എന്നത് അത്ഭുതകരമാണ്. ഇത്രയും വലിയൊരു സാമൂഹിക വിപ്ലവം അറിയാതെ പോയവരെ ഇനിയും സാമൂഹ്യ നിരീക്ഷകർ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു.